ഏറ്റവും നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ വീടുകൾ കയറുന്ന സമയത്തും പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്തും ഒക്കെ ജനത്തെ സംബന്ധിച്ച് അവർക്കൊരു ചേഞ്ച് വേണമെന്നുള്ള ഒരു വല്ലാത്ത ഫീൽ ഉണ്ടായിരുന്നു. നായരേട്ടാ വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ. അപ്പൊ അത് ബൂത്ത് ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനേക്കാൾ ഭേദം തൂങ്ങിച്ചാവുന്ന ഒരു സെൽഫി എടുക്കുന്നത് പഴയ അഖിൽമാരാർ ബിഗ് ബോസ് വെച്ചതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. തള്ളി മലത്താണല്ലോ. പക്ഷെ അവരങ്ങനല്ല. അവരുടെ ഒരു കാൻഡിഡേറ്റിനെ, അവരുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കത്തക്ക ഒരു സ്നേഹത്തോട് കൂടിയിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് കൂടി വരുന്നത്. നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ അതൊരു പ്രോബബിലിറ്റി ആണത്, അതൊരു ട്രെൻഡാണത്. ഒരു പുണ്യാളൻ ഒന്ന് പോടപ്പാ. ഒരു അഖിൽമാരാർ തരംഗം തൃക്കാക്കരയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു സൈലന്റ് സൂചന എല്ലായിടത്തും നമുക്ക് കിട്ടുന്നുണ്ട്. അത് തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഈ മാധ്യമങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾ ആരും കാണാത്ത മേഖലകളിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിങ്ങൾ കാണുന്ന മേഖലയിൽ ഇപ്പൊ തൃക്കാക്കരയിൽ നിങ്ങൾ പോയി ചോദിക്കുന്ന എല്ലാവരും ഇവിടുത്തെ വോട്ടറാവണമെന്നില്ല. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. പക്ഷെ വോട്ടേഴ്സിന്റെ മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ വോട്ടേഴ്സ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വീടുകൾ കയറി ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തിട്ടാണ് ഞാൻ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഒരുപക്ഷെ എന്റെ 5 കിലോ വരെ കുറഞ്ഞു. അതാ നിന്റെ വിഷമം അല്ല. അതായത് ഞാൻ എല്ലാ ദിവസവും ഒരു 300 മുതൽ 400 വരെ വീട് കയറിയതിന് ശേഷമാണ് ഇന്നലെയും ഞാൻ അത്രയും 500-ലധികം വീടുകൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. കേൾക്കാൻ നല്ല രസമുണ്ട്. കിട്ടാനുള്ളതോ കിട്ടി. ഇനി അടുത്തതും കൂടി നമ്മൾ ചോദിച്ചു വാങ്ങണോ തോമേട്ടാ?